لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തഖിയായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഉപദേശിക്കും. അല്ലാഹുവിനെ കുറിച്ച് ഖുർആനിലൂടെ അറിയുമ്പോഴാണ് തെറ്റുകളിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കുവാനും സൽക്കർമ്മങ്ങളേറെ പ്രവർത്തിക്കുവാനും സാധിക്കുക. അതോടൊപ്പം അല്ലാഹുവിലേക്ക് നമുക്ക് ഏറെ അടുക്കുവാനും നമ്മുടെ വിശ്വാസം ഉറച്ച വിശ്വാസമായി തീരുവാനും അത് അനിവാര്യമാണ്. ആരാണ് അല്ലാഹു? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാകുന്നു. ഇതൊക്കെ സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. പക്ഷെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു എല്ലാം അറിയുന്നവനാണ് എന്ന് പഠിപ്പിച്ചു തരുന്നത് ഒരുപാട് ആയത്തുകളിലൂടെയാണ്. എന്തുകൊണ്ടാണ് അത്രയും ആയത്തുകളിലൂടെ ഇത് പഠിപ്പിക്കാൻ കാരണം? മുസ്ലിമീങ്ങളായ ആളുകളിൽ തന്നെ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്ന ആ വിശ്വാസം ഇല്ലാതായി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ, പിശാച് അത് മറപ്പിച്ചു കളയാനും സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടും, അതേപോലെ തന്നെ പടച്ചറപ്പിനെ ഓർക്കാത്ത രൂപത്തിൽ തെറ്റുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെ ഉള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആയത്തുകളിലൂടെ അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമതായി, അല്ലാഹു എല്ലാം അറിയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടത്, ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു നമ്മളെ കുറിച്ച് അറിയും എന്നുള്ളതാണ്. നമ്മെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മെ കുറിച്ച് അല്ലാഹു അറിയുന്നത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കുറിച്ച് ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു എഴുതി വെച്ചിട്ടുള്ളത് എന്നാണ് അല്ലാഹു നമ്മളെ അറിയിക്കുന്നത്. അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാഇ വൽ അർദ് ഇന്ന ദാലിക ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. അലം തഅലം, നിനക്ക് അറിയുകയില്ലേ? അല്ലാഹുവിന്റെ ചോദ്യം നോക്കൂ നിങ്ങൾ. നമ്മൾ അറിയണമെന്നാണ്.
നിനക്കറിയുകയില്ലേ എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ നമുക്കറിയണം, നാം അങ്ങനെ വിശ്വസിക്കുന്നവരായിരിക്കണം. എന്താണ് പറയുന്നത്? അലം തഅലം, നിനക്കറിയില്ലേ, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല, യഅലമു മാ ഫിസ് സമാഇ വൽ അർദ്, യഅലമു, അവൻ അറിയുന്നു, മാ ഫിസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു എന്നാണ്. എല്ലാം പടച്ച റബ്ബിന് അറിയാം. ആ അറിവ് എവിടെയാണുള്ളത്? ഇന്നദാലിക ഫീ കിതാബ്, തീർച്ചയായും അതെല്ലാം അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അതിന്റെ പേരാണ് ലൗഹുൽ മഹ്ഫൂദ്. അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത് പേനയാണ്. എന്നിട്ട് ലോകത്ത് ഉണ്ടാകാൻ പോകുന്നതും നടക്കാൻ പോകുന്നതുമായ മുഴുവൻ കാര്യങ്ങളും ആ പേന കൊണ്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് വിശ്വസിക്കുന്നവരാണ് ലോകത്തിലെ എല്ലാ മുസ്ലിമീങ്ങളും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ വിശ്വസിക്കണം എന്താ? ഞാൻ എവിടെയായിരിക്കും, ഞാൻ എങ്ങനെയായിരിക്കും, ആരുടെ മകനായി ജനിക്കും, എന്തൊക്കെ ഞാൻ പ്രവർത്തിക്കും, ഞാൻ ഏതൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് ഞാൻ വിശ്വസിക്കുക, പ്രവർത്തിക്കുക, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഇതൊക്കെ പടച്ച റബ്ബിന് നേരത്തെ അറിയുകയും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അത് അല്ലാഹുവിന് വളരെ എളുപ്പമാകുന്നു എന്നാണ്. വളരെ എളുപ്പമാകുന്നു. എന്തിനാണിത്? എന്നെ കുറിച്ച് പടച്ച റബ്ബിന് നേരത്തെ തന്നെ അറിയാം എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോ അള്ളാഹു നമ്മളുള്ള ബന്ധം നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുക. ഈ ആയത്തുകൾ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു ഇതേപോലെ അറിയിച്ചിട്ടുണ്ട്, ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. വഇൻദഹു മഫാതീഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. ഇതൊക്കെ എന്തിനാണ് ഖുർആനിൽ പറഞ്ഞിരുന്നത്? നമ്മളെ ഈമാൻ ഉറക്കാൻ, നമുക്ക് പേടി വർദ്ധിക്കാൻ, നമ്മുടെ വിശ്വാസം ഏറ്റവും ഉറച്ച രൂപത്തിലാവാൻ. അല്ലാഹു പറയാ, വഇൻദഹു മഫാതീഹുൽ ഗൈബ്, അല്ലാഹുവിന്റെ അടുക്കലാണ് അദൃശ്യങ്ങളുടെ താക്കോലുള്ളത്. അതിശാദ മറ്റൊരു ഖുതുബയിൽ സൂചിപ്പിക്കും, ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അദൃശ്യങ്ങൾ അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല. എന്നിട്ട് അല്ലാഹു പറയാണ്, ലാ യഅലമുഹാ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. വയഅലമു, അവൻ അറിയുന്നു, മാ ഫിൽ ബർരി, കരയിൽ എന്തൊക്കെയുണ്ട് എന്ന് അള്ളാഹുവിനറിയാം. കരയിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അള്ളാഹുവിനറിയാം. കര മാത്രമാണോ? വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, സമുദ്രത്തിലുള്ളതും അള്ളാഹുവിനറിയാം. നമ്മൾ എവിടെയാണ്, എന്താണ്, സമുദ്രത്തിന്റെ അവസ്ഥ എന്താണ്, അതിൽ എത്ര മത്സ്യങ്ങളുണ്ട്, ഏറെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പടച്ച റബ്ബിന് അറിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളായി നമ്മൾ മാറേണ്ടത്. എന്നിട്ട് നോക്കുമ്പോൾ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ലോകത്ത് എത്ര ചെടികളും മരങ്ങളും ആണുള്ളത്, എത്രയുള്ളത്. ഇത് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നതാണ്, വമാ തസ്ഖുതു മിൻ വറഖ, ഒരു ഇല പോലും വീഴുന്നില്ല, ഇല്ലാ യഅലമുഹ, അല്ലാഹു അറിഞ്ഞിട്ടല്ലാതെ വീഴുന്നില്ല. ഇത് നമ്മൾ ഒരു വിശ്വാസി ആയത്ത് കേൾക്കുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? എല്ലാ ഇലകളും വീഴുന്നത് പടച്ച റബ്ബ് അറിഞ്ഞിട്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഇത് ഈ ആയത്ത് എനിക്ക് പറഞ്ഞു തന്നതാണോ? അല്ല, അതിനപ്പുറമായി എന്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല. അപ്പൊ അല്ലാഹു എന്നെ പഠിപ്പിക്കുന്ന എന്താ? എന്റെ എല്ലാ ചലനങ്ങളെ കുറിച്ചും എന്റെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും എന്റെ രക്ഷിതാവ് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാം പടച്ച റബ്ബ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർളി വലാ റത്ബിൻ
വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഭൂമിയുടെ ഇരുട്ടുകളിൽ, ഭൂമിന്റെ ഉള്ളിൽ ഒരു ധാന്യമണി മഴ കെട്ട് പെയ്താ നമുക്കറിയാലോ മുളച്ചിങ്ങനെ വരുന്നതാണ്. അവിടെ നമ്മൾ കളിച്ചു നോക്കിയ ഒന്നും നമ്മൾ കാണില്ല അതിന്റെ മുമ്പ്. എന്തായാലും പടച്ചിറപ്പ് പറയാ, വലാ റത്ബിൻ പച്ചയായ ധാന്യമണികളോ, വലാ യാബിസിൻ ഉണങ്ങിക്കിടക്കുന്നതായ ധാന്യമണികളോ ഇല്ല. അതിനെ കുറിച്ചൊക്കെയുള്ള അറിവ് അള്ളാഹുവിന്റെ അടുക്കലുള്ള ഗ്രന്ഥത്തിൽ ഇല്ലാതെ എല്ലാം പടച്ചിറപ്പ് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നോക്കികൾ, ഈ റബ്ബ്, ഈ അള്ളാഹ് നമ്മളെ കുറിച്ച് ഈ രൂപത്തിലൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പടച്ച റബ്ബാണ്. അള്ളാഹു പറയാണ് നമ്മളെ സംബന്ധിച്ച്, വഹുവല്ലാഹു ഫിസ്സമാവാതി വൽ അർള് യഅലമു സിർറകും വജഹറകും വയഅലമു മാ തക്സിബൂൻ. വഹുവല്ലാഹ് അവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിസ്സമാവാതി വൽ അർള് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള അല്ലാഹു അവനാണ്. എന്നിട്ടോ യഅലമു അവൻ അറിയുന്നു. എന്താണ് അവൻ അറിയുന്നത്? സിർറകും നിങ്ങളുടെ മുഴുവൻ രഹസ്യങ്ങളും അവൻ അറിയുന്നു. എന്റെ എല്ലാ രഹസ്യത്തെ സംബന്ധിച്ചും അറിയുന്നവനാണ് എന്റെ രക്ഷിതാവായ അല്ലാഹ്. ഇനി ആരെങ്കിലും പടച്ച റബ്ബിന് അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരു മുസ്ലിം എന്താ വിശ്വസിക്കേണ്ടത്? എന്റെ രഹസ്യങ്ങൾ അറിയുന്ന രക്ഷിതാവിന് എന്നെ പറ്റി ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ. വയഅലമു സിർറകും നിങ്ങളുടെ രഹസ്യങ്ങൾ അവൻ അറിയുന്നു, നിങ്ങളുടെ പരസ്യങ്ങളും അവൻ അറിയുന്നു. വയഅലമു മാ തക്സിബൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് അല്ലാഹ്. നമ്മെ കുറിച്ച് എല്ലാം പടച്ചറപ്പ് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നവനാണ് പടച്ചറപ്പ്. നേരത്തെ അറിയുന്നു പറഞ്ഞത് വേറെ, ഇപ്പൊ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറെ പറയുന്നത്. ഓരോ ആയത്തുകളിലും ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. യഅലമു മാ ഫിസ്സമാവാതി വൽ അർദ്. അച്ഛനായതിൽ തആമുൽ യഅലമു മാ ഫിസ്സമാവാതി വൽ അർദ് ആകാശ ഭൂമികളിലുള്ളത് എല്ലാം അവൻ അറിയുന്നു. എന്റെ രക്ഷിതാവ് അല്ലാഹു അറിയാത്ത ഒരു കാര്യമില്ല, എല്ലാം അല്ലാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വയഅലമു മാ തുസിറൂന വമാ തുഈനൂൻ വയഅലമു അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മാ തുസിറൂന നിങ്ങൾ എന്താണോ രഹസ്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവിന് അറിയാമെന്നാ പറയുന്നത്. വമാ തുഈനൂൻ നിങ്ങൾ പരസ്യമായി ചെയ്യുന്നതും പടച്ച റബ്ബ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയങ്ങളിലെ ഉള്ളിലുള്ളത് അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ രക്ഷിതാവിനെ കാണാതെ അല്ലെങ്കിൽ അറിയാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നമുക്ക് സാധിക്കും വിശ്വാസികളെ? നമ്മൾ സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പടച്ച റബ്ബ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കർമ്മം, അല്ലാഹു വിരോധിച്ച ഒരു കർമ്മം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഒരു കർമ്മം, ആ കർമ്മം നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും അത് റബ്ബ് കണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അല്ലാഹു ഉണ്ട് എന്നാണ് പറയുന്നത്. ആ ബോധം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കി, നമ്മൾ ഈമാൻ വർദ്ധിക്കില്ലേ? നമ്മൾ തെറ്റുകളിൽ വിട്ടു നിൽക്കില്ലേ? ആ റബ്ബിലേക്കല്ലേ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക? മാത്രമല്ല അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയത് എന്താണ്? യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ യഅലമു അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഖായിനത്തൽ അയുനി കണ്ണുകളുടെ കട്ടുനോട്ടം. നമ്മൾ എങ്ങോട്ടെങ്കിലും ഒന്നും ആരും അറിയാതെ ഒന്ന് കണ്ണ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുന്നതിന്റെ മുമ്പ് നമ്മെ ആര് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്? അല്ലാഹു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏത് മുഅ്മിനാണ് ഈ വിശ്വാസമുള്ളത്? ആർക്കാണോ വിശ്വാസം ഉണ്ടാകുക അവനാണ് ഭക്തൻ, അവനാണ് പടച്ച റബ്ബിലേക്ക് അടുക്കുന്നവനായി മാറുക. യഅലമു ഖായിനത്തൽ അയുനി കണ്ണുകളുടെ കട്ടുനോട്ടത്തെ കുറിച്ച് അവൻ അറിയുന്നുണ്ട്.
അവൻ ഹൃദയങ്ങളിൽ മറച്ചു വെച്ചതിനെ കുറിച്ചും അവൻ അറിയുന്നുണ്ട്. ഇതൊക്കെ പടച്ചറബ് നമ്മളെ കൃത്യമായി പറഞ്ഞറിയിച്ചു. അലാ യഅലമു മൻ ഖലഖ വഅസിറു ഖൗലകും അബിജഹറു ബി ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു പറഞ്ഞാൽ വഅസിറു ഖൗലകും അബിജഹറു ബി, നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ രഹസ്യമാക്കിയാലും അല്ല നിങ്ങൾ പരസ്യമാക്കിയാലും ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് പടച്ചറബ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം പടച്ചറബ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ അറിവ് പടച്ചറബിന് നേർക്കുനേരെ നമ്മളെ കുറിച്ച് അറിവാണ്. ആരും പറഞ്ഞു കൊടുക്കാത്ത അറിവ്, അത് അല്ലാഹുവിന്റെ അറിവാണ്. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം എന്താ, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അറിയാം എന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. എഴുതി വെച്ച അറിവുമുണ്ട്, അല്ലാതെ നേർക്ക് നേരെ നമ്മളെ കണ്ടറിഞ്ഞുകൊണ്ട് അതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാ അറിയുന്നത്? വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ഇത് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു. എത്ര മുസ്ലിമീങ്ങൾ ആ ലോകത്തിൽ അള്ളാഹുവിനോട് പരിചയപ്പെടുത്താൻ വേണ്ടി പലരെയും സ്വീകരിക്കുന്ന മനുഷ്യന്മാരെത്രയാ? എന്താ അവർക്ക് അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കിയത്? നിങ്ങൾ ആലോചിച്ചു. ഖുർആനിൽ എത്ര സ്ഥലത്ത് അവർ മാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവിനെ അവർ കണക്കാക്കിയ രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇതില് മന്ത്രിമാരെ ഉദാഹരിക്കുന്നത്, മുഖ്യമന്ത്രിയെ, ആ മുഖ്യമന്ത്രിയോട് ഒരു കാര്യം നമുക്ക് പറയണമെങ്കിൽ നേർക്ക് നേരെ നമ്മളെ കുറിച്ച് ആ മുഖ്യമന്ത്രിക്ക് അറിയില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് അടുത്ത ആളുകളെ നമ്മൾ സ്വീകരിക്കുന്നു. എന്നിട്ട് അവർ മുഖേന നമ്മൾ മുഖ്യമന്ത്രിയിലേക്ക് അടുക്കുന്നു, കാര്യങ്ങൾ നമുക്ക് നേടിത്തരുന്നു. ഇതുപോലെ നമുക്കിടയിൽ പടച്ചറപ്പിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ നേടിത്തരുന്ന ആളുകളുണ്ടെന്ന് മുസ്ലിമീങ്ങളാ വിശ്വസിക്കണം. എന്താണ് ഇവർ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയത്? നോക്കുക, നമ്മൾ അങ്ങോട്ടേക്ക് എങ്ങനെയൊക്കെ ജീവിക്കും, എന്തൊക്കെ ചെയ്യുമെന്ന നേരത്തെ അറിയുന്ന റബ്ബ്. നമ്മുടെ മനസ്സിൽ ഒരു കാര്യം തോന്നുന്നതിന്റെ നിങ്ങളുടെ മനസ്സുകളിൽ മന്ത്രം നടത്തുന്നത് അറിയുന്ന പടച്ചറപ്പിനെ, നമ്മുടെ മനസ്സിൽ മന്ത്രം നടത്തുന്നത് അറിയുന്ന പടച്ചറപ്പിന് നമ്മളെ കുറിച്ച് വേറൊരാൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? വിശ്വാസികൾ, എന്താ നമ്മുടെ വിശ്വാസം? അതാണ് ഞാൻ പറഞ്ഞത്. ഖുർആനിൽ അല്ലാഹുവിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ എത്രത്തോളം വർദ്ധിക്കുന്നറിയും. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മനസ്സിലുള്ളത് മുഴുവൻ അറിയല്ലേ റബ്ബ്. നമ്മുടെ മനസ്സ് നമ്മളോട് മന്ത്രിക്കുന്നത് അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ? അവന്റെ കണ്ണനാടിയേക്കാൾ അവനിലേക്ക് അടുത്തവനാണ് ഞാൻ എന്ന് അള്ളാഹു പറഞ്ഞു. അങ്ങനെ അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബ് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വാസിഖു ഖൗലകും അത്ബിജറു ബി, അവൻ ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ, ഹൃദയങ്ങളിലുള്ളത് അവൻ അറിയുന്നു. എന്നിട്ട് ഒരു ചോദ്യം, ഈ ചോദ്യമാണ് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നത്. എന്താ? അലാ യഅലമു മൻ ഖലഖ, ആരാ നമ്മളെ സൃഷ്ടിച്ചത്? അല്ലാഹല്ലേ. അവൻ സൃഷ്ടിച്ചവരെ കുറിച്ച് അവൻ അറിയില്ലേ? ആ ചോദ്യം മുഅ്മിനീങ്ങളുടെ മനസ്സുകളിൽ കൊള്ളണ്ടേ? നമ്മളെ സൃഷ്ടിച്ച പടച്ചറപ്പിനെ നമ്മൾ അറിയില്ലെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? വഹുവൽ ലത്തീഫ്, അവൻ ലത്തീഫായ കാര്യങ്ങൾ, വളരെ നിഗൂഢമായ കാര്യങ്ങൾ അറിയുന്നവനാണ് അവൻ. ലത്തീഫാണവൻ. ഖബീർ, സൂക്ഷ്മജ്ഞാനിയാണവൻ. അതിസൂക്ഷ്മമായ കാര്യങ്ങളെ കുറിച്ച് അറിയുന്നവനാണവൻ. ഇന്ന് ലബോറട്ടറിക്കാണ് മുഖ്തബിർ എന്ന് പറയുന്നത്. നമ്മളെ ബ്ലഡ് കൊടുത്താലേ 100ഉം 200ഉം ബ്ലഡ് ടെസ്റ്റ് ആണ് ഹോസ്പിറ്റലുകളിലുള്ളത്. ഏത് രോഗമാണ് നമുക്കുള്ളത് എന്ന് ടെസ്റ്റിലൂടെ തിരിച്ചറിയണം. അത്രയും രൂപത്തിൽ ഈ ബ്ലഡിൽ തന്നെ പടച്ചറപ്പ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അറിയുന്ന അറിവിന്റെ പേരാണ് ഇഖ്തിബാർ. എന്തിനാ പറയുന്നത്? അള്ളാഹു നമുക്ക് അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുന്ന ഖബീറാണ് അള്ളാഹ്. എന്താ ഖബീർ? അതിസൂക്ഷ്മമായ കണ്ണുകൾ കൊണ്ടോ ഇതൊന്നും കാണാത്ത കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പടച്ചറപ്പാണ് അള്ളാഹു. ആ റബ്ബിനെ ആരെങ്കിലും നമ്മളെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല.
അവൻ എന്നെ കുറിച്ച് അറിയുന്നവനാണ്, എന്റെ ഹൃദയത്തിന്റെ മന്ത്രങ്ങൾ അറിയുന്നവനാണ്, അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് എന്ന വിശ്വാസമാണ് വിശ്വാസികളെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലുള്ള വിശ്വാസം, അല്ലാഹു എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്നെ കുറിച്ച് പടച്ച റബ്ബ് നേരത്തെ അറിയും, എന്നെ കുറിച്ച് ഇപ്പോഴും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് എന്ന ആ ഒരു ബോധം ഉള്ള യഥാർത്ഥ മുത്തഖീങ്ങളായി നമ്മൾ ജീവിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. صلى الله وسلم على نبينا محمد وعلى آله وصحبه وسلم. اتقوا الله عباد الله. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ പറഞ്ഞത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യും പ്രവർത്തിക്കും എന്നുള്ളത് നേരത്തെ അല്ലാഹുവിനെ അറിയാം. അതിനപ്പുറമായി ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും മനസ്സിന്റെ മന്ത്രങ്ങളെക്കുറിച്ചും പടച്ച റബ്ബ് അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം സൂറത്ത് യൂനിസിലെ 18-ാമത്തെ ആയത്തിൽ പറയുന്ന ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. എന്താ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ മനുഷ്യന്മാര്, മക്കക്കാരായ ആളുകൾ, മുശ്രിക്കീങ്ങളായ ആളുകൾ നമുക്കറിയാം, അവര് അല്ലാഹു അല്ലാത്ത ഇടയാളന്മാരെ അവരോട് അവർ പ്രാർത്ഥിച്ചു, അവർക്ക് നേർച്ച വഴിപാടുകൾ അവർ ചെയ്തു. ഇതൊക്കെ ആരാധനയാണെന്ന് അവർക്കറിയാം, അതൊക്കെ അവർക്കുള്ള ആരാധനയാണ്. നമ്മളത് നിഷേധിക്കും. ഇന്നത്തെ കാലത്തുള്ള ആൾക്കാർ പ്രാർത്ഥന അതെന്തല്ല, അത് പ്രാർത്ഥനയല്ല, അങ്ങനെയല്ല എന്ന് പറയുന്നത് അവരത് അംഗീകരിച്ചു. അതുകൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞത് വയഅബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. വയഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നവരായ ആളുകളെ, അല്ലാഹുവിന് പുറമെ ഒരുപാട് ആളുകളെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്തവരെ, ഒരു ഉപദ്രവവും അവർക്ക് ചെയ്യാത്തവരായ ആളുകളെ അവർ ആരാധിച്ചിരുന്നു. എന്നിട്ട് അതിനവർ ന്യായം പറഞ്ഞത് എന്താ? അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ലാത്ത, ഉസ്സ, മനാത്ത എന്ന ബിംബങ്ങളെയൊക്കെ അവർ ആരാധിച്ചു. അവരോടൊക്കെ പോയിട്ട് സങ്കടങ്ങൾ പറഞ്ഞു, നേർച്ചകൾ ചെയ്തു, പ്രാർത്ഥിച്ചു. എന്നിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഇവരാണ് സൃഷ്ടാവെന്ന വിചാരപ്രകാരമല്ല, ഇവരെല്ലാവരൊന്നും സൃഷ്ടിച്ചവരല്ല, മറിച്ച് ഇവരൊക്കെ ഈ ആളുകളുണ്ടല്ല ഞങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവരാണ്, അള്ളാഹുവിനോട് ഞങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കാനുള്ള ആളുകളാണ്. ആയത്ത് ബാക്കി എന്താണെന്നറിയാം? ആ ചോദ്യം നിങ്ങൾ ആലോചിക്കുക. പറയുക പ്രവാചകരെ, ചോദിക്കുക അവരോട്, അള്ളാഹ്ക്ക് പറഞ്ഞു കൊടുക്കുകയോ, അള്ളാഹുവിന് അറിയാത്ത കാര്യങ്ങളോ, ആകാശങ്ങളിലും ഭൂമിയിലുള്ള കാര്യങ്ങൾ അള്ളാഹുവിന് അറിയാത്തത് അള്ളാഹ്ക്ക് പറഞ്ഞു കൊടുക്കുകയോ, നമ്മളെ കുറിച്ച് എന്തിനെ പടച്ച റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് എന്ന് അള്ളാഹിന്റെ ചോദ്യം. ഒരു മനുഷ്യനെ കുറിച്ച്, ഒരു വ്യക്തിയെ കുറിച്ച്, ഒരു സാധനത്തെ കുറിച്ച് അള്ളാഹുവിന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ? എനിക്ക് രോഗമുണ്ടെങ്കിൽ എന്റെ രോഗവുമായി ഞാൻ ഒരു ദർഗയിലേക്ക് പോയാൽ, കബറിടത്തിലേക്ക് പോയാൽ, അമ്പലത്തിലേക്ക് പോയാൽ, പള്ളിയിലേക്ക് പോയാൽ അത് അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? വേറെ ആര് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നേരത്തെ തന്നെ പടച്ച റബ്ബിനെ അറിയില്ലേ? എല്ലാം പടച്ച റബ്ബിനെ അറിയാം. പോകുന്നതിന് മുമ്പ് എവിടെ പോകും, എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ പ്രവർത്തിക്കും എന്ന് പടച്ച റബ്ബിനെ അറിയാം. എന്താണ് മുസ്ലിമീങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു? ഇതിനപ്പുറമായി മറ്റൊന്നും കൂടി പറഞ്ഞറിയാം.
ഏത് ഔലിയാക്കളാണെങ്കിലും എല്ലാ മുസ്ലിമീങ്ങളും വിശ്വസിക്കുന്നു. ആ ഔലിയാക്കൾക്ക് സ്വന്തമായി നമ്മളെ കുറിച്ച് അറിയാൻ കഴിയില്ല. എന്റെ പേര് മുഹമ്മദാണ്, ഞാനൊരു മുഹമ്മദാണ്, ഞാനൊരു ദർഗയിലേക്ക് പോകുകയാണ്, എനിക്ക് എന്തോ അസുഖം, മുട്ടുവേദനയാണ്, അത് മാറുന്നില്ല, എവിടെ പോയിട്ട് ഞാൻ ദർഗയിലേക്ക് പോകുമ്പോ ഞാൻ ആ ദർഗയുടെ അടുക്കലേക്ക് എത്തുമ്പോഴേക്ക് എന്നെ കുറിച്ച് അറിയാൻ സ്വന്തമായി ദർഗയിലുള്ള ആ ഔലിയക്ക് കഴിയുമോ? കഴിയില്ലെന്ന് മുസ്ലിമീങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. കഴിയില്ലെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. പിന്നെ അള്ളാഹ് കൊടുക്കുകയാണ് കഴിവ്. എന്താ കഴിവ് കൊടുക്കേണ്ടത്? ആദ്യം ഈ വരുന്നത് മുഹമ്മദാണെന്ന് ആദ്യം പറഞ്ഞു കൊടുക്കണ്ടേ? എന്നെ കുറിച്ച് അറിയോ? ഇല്ല. ആര് പറഞ്ഞു കൊടുക്കണം? അള്ളാഹ് പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ എന്ത് വിരോധാഭാസം? എന്താണ് ഈ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്? എല്ലാം പടച്ചറപ്പ് പറഞ്ഞു കൊടുത്താലല്ലേ നമ്മളെ കുറിച്ച് അറിയും. എന്നിട്ട് പടച്ചറപ്പിനോട് പടച്ചറപ്പേ നീ അയാൾക്ക് ഒന്ന് പുറത്തു കൊടുക്കാൻ ആരാ? റഹ്മാൻ. അതുകൊണ്ടാണ് അത് മറ്റൊരു വിഷയമാണ്. റഹ്മാനാണ് അള്ളാഹ് എന്നുള്ളത്. നമ്മളെ കുറിച്ച് പടച്ചറപ്പിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ലെന്ന് ഖുർആനിലൂടെ പഠിപ്പിച്ചു തരാൻ. അതാണ് അള്ളാഹു. അതുകൊണ്ട് എന്നെ പറ്റിയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. നമ്മളെ കുറിച്ച് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഒരാളുടെയും ആവശ്യമില്ല, ഒരു സ്ഥലത്തിന്റെയും ആവശ്യം നമുക്കില്ല. ഉണ്ടോ? പള്ളി പോയാൽ മാത്രമേ പടച്ചറപ്പ് കേൾക്കുകയുള്ളൂ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങൾ അതിനുണ്ടോ? ഇല്ല. ഏതെങ്കിലും വ്യക്തി പറഞ്ഞാലേ പടച്ചറപ്പ് കേൾക്കുള്ളൂന്നുണ്ടോ? ഇല്ല. മറിച്ച് നമ്മുടെ രഹസ്യങ്ങൾ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്ന പടച്ചറപ്പാണ്. കേൾക്കാൻ രഹസ്യങ്ങൾ വരെ പടച്ചറപ്പ് കേൾക്കുകയാണ്. അംയഹ്സബൂൻ അന്നാ ലാ നസ്മഉ സിർറകും വജഹറകും. أم يحسبون أننا لا نسمع سرهم وجهرهم أم يحسبون അവർ വിചാരിക്കുന്നുണ്ടോ أننا لا نسمع കേൾക്കുക. പടച്ച റബ്ബ് കേട്ടുകൊണ്ടിരിക്കുന്നവനാണ്. കേട്ട അറിവുണ്ട് പടച്ച റബ്ബിനെ എന്നാണ്. എങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ സിറുകൾ, രഹസ്യങ്ങളും പരസ്യങ്ങളും. എന്നിട്ട് വീണ്ടും പറഞ്ഞു ബലാ വറുസുലുനാ ലദൈഹിം യക്തുബൂൻ. അള്ളാഹ് നേർക്ക് നേരെ കേൾക്കുന്നതിനപ്പുറം അള്ളാഹുവിന്റെ അടുക്കലുള്ള ദൂതന്മാർ, റസൂലുമാർ, മലക്കുകൾ, ആ മലക്കുകൾ നമ്മളത് രേഖപ്പെടുത്തിയും ആ അറിവും പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ നമ്മൾ വിശ്വസിക്കുന്നത്? അള്ളാഹു നേർക്ക് നേരെ അറിയും. ഖദ് യഅലമു മാ അൻതും അലൈഹി. നിങ്ങളിപ്പോ ഏതൊക്കെ ഒരു കാര്യത്തിലാണോ അതൊക്കെ പടച്ച റബ്ബ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അത് അറിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സ്ത്രീ ഖൗലാ ബിൻത് തഅലബ സംസാരിച്ചുകൊണ്ടിരിക്കാൻ, ഔസ് ബിൻ സാബിത്തിനെ കുറിച്ച്, തന്റെ ഭർത്താവിനെ കുറിച്ച് സംസാരിക്കാൻ. ഇതാരും കേൾക്കില്ല. തൊട്ടപ്പുറത്ത് ആയിഷ ബീവിന്റെ അവർ കേൾക്കണില്ല. സംസാരത്താൻ അത്രയും ശബ്ദം കുറച്ചിട്ടാ സംസാരിക്കണം. ഈ റബ്ബിനെ കുറിച്ചാണോ നമ്മൾ ഇങ്ങനെ വിശ്വസിക്കേണ്ടത്? എന്താ പറയുന്നത്? ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ. വിശ്വാസികളുടെ ഈമാൻ എത്ര വർദ്ധിക്കും! ഖദ് സമിഅ അല്ലാഹ്, അല്ലാഹു കേട്ടിരിക്കുന്നു എന്നാണ്. അല്ലാഹു കേട്ടിരിക്കുന്നു. ഏഴ് ആകാശങ്ങൾക്ക് മീതെയുള്ള അർശിന്റെ മുകളിലുള്ള പടച്ച റബ്ബാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഖദ് സമിഅ അല്ലാഹ്, അല്ലാഹു കേട്ടിരിക്കുന്നു. ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹാ, തന്റെ ഭർത്താവിനെ കുറിച്ച് താങ്കളോട് തർക്കിച്ചു കൊണ്ടിരിക്കുന്നതായ ആ സ്ത്രീയുടെ വാക്കുകൾ അല്ലാഹു കേട്ടിരിക്കുന്നു എന്നാണ്. ഇതെന്തിനാ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഈമാൻ കൊണ്ട് നമ്മളൊന്ന് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പടച്ച റബ്ബ് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് വേണ്ടാത്ത കാര്യം നമ്മൾ സംസാരിക്കാൻ പാടില്ല. അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രം സംസാരിക്കുക. അതിനപ്പുറം നമ്മുടെ ഈമാൻ തന്നെ ദുർബലപ്പെട്ടു പോകുന്ന, ഷിർക്കിലേക്ക് പോകുന്ന, നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തി കളയുന്ന, എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും പൊളിഞ്ഞു പോകുന്ന കർമ്മമായ ആ അത്തരം ശിർക്ക് വിശ്വാസങ്ങളിലേക്ക് പോകുന്നവർ, അഥവാ മരണപ്പെട്ടു പോയ ആളുകൾ അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നു എന്ന വിശ്വാസം. നോക്കിങ്ങൾ, അവർ നമ്മളെ കാര്യം പടച്ച റബ്ബിനോട് പറഞ്ഞു കൊടുക്കാം. മരണപ്പെട്ട ആൾക്കാർ നമ്മൾ ചെല്ലുമ്പോഴേക്ക് അവരെ ഖബറുകളിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെന്നാൽ അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്. അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്.
ഇതൊക്കെ എന്താ വിശ്വാസം? പടച്ചറപ്പാണ് കേൾക്കുന്നത്. ആ കേൾക്കുന്നത് പോലെ വേറൊരാൾ കേൾക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക്? വല്യതീരെത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടെ ഉത്തീരം നൽകും ഞാൻ എന്നാവാ മുസ്ലിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ വായ കൂടുന്നതിന് മുമ്പ് മനുഷ്യരാണ്, മരിച്ചുപോയ മനുഷ്യൻ കേട്ടിട്ട് പടച്ചവനോട് അത് പറഞ്ഞിട്ട് ആ കാര്യം നമുക്ക് ശരിയാക്കി തരാം. അള്ളാഹ് അതിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹ് നേർക്ക് നേരെ എവിടുന്ന് നമ്മളെ കേട്ട് ഉത്തരം നൽകുന്നവനല്ലേ? എത്ര തോന്നിവാസിയാണെങ്കിലും എത്ര തന്നെ തിന്മ ചെയ്യുന്നവനാണെങ്കിലും ഉത്തരം തരുന്നവനാണ് പടച്ചറബ് എന്നല്ലേ ഖുർആൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ കുറെ പറയുന്നത് അവരുടെ ഒക്കെ വാക്ക് പടച്ചറബ് കേൾക്കുമെന്നാണ്. റബ്ബിനോട് ഇഖ്ലാസോട് കൂടിയിട്ടുള്ള പ്രാർത്ഥനകൾ പടച്ചവൻ കേട്ടു എന്നല്ലേ? മക്കക്കാരായ ആൾക്കാർ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ, കടലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ തിരമാലകൾ വന്നുകൊണ്ട് തിരമാലകൾ വന്നാൽ അവർ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ രക്ഷപ്പെടുത്തണേ. പടച്ച റബ്ബ് രക്ഷപ്പെടുത്തുന്നു. എന്താണ് അവിടെ മനസ്സിലാക്കേണ്ടത്? ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കാണ് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹ് ഉത്തരം കൊടുക്കുന്നത്. അള്ളാഹ് ഉത്തരം തരില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെന്തിനാ പള്ളിയിൽ പോയാല്, പെണ്ണിനടുത്ത് പോയാല്, ഇന്നടത്തൊക്കെ ചെന്നാലേ ഞാൻ ഉത്തരം തരുന്നത് ഖുർആനിലുണ്ടോ? എവിടെയില്ല. മറിച്ച് അതൊക്കെ പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞ ചില കൽപ്പനകളാണ്. ആ കൽപ്പനകൾ നമ്മൾ പ്രവർത്തിച്ചാൽ അള്ളാഹുവിന് ഇഷ്ടമാണ്. അത്തരം കാര്യങ്ങളാണ്. എന്നാൽ അങ്ങനത്തെ ഒരു കൽപ്പനയായിട്ട് മരണപ്പെട്ടവരോട് സംസാരിക്കാൻ, അവരോട് സങ്കടം പറയാൻ അള്ളാഹുവോ റസൂലോ എവിടെയെങ്കിലും നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ടോ? എവിടെയില്ലതാണ്. ഇതൊക്കെ നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ റബ്ബിലേക്ക് അടുക്കുന്ന വിശ്വാസികളെ, അള്ളാഹു നമ്മളെ കുറിച്ച് അറിയുന്നവനാണ്. അള്ളാഹുവിലേക്ക് ആരും നമ്മളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് ഖുർആൻ പറഞ്ഞ കാര്യം ഉറപ്പിക്കുക. അതോടൊപ്പം നമ്മുടെ രഹസ്യങ്ങളെല്ലാം പടച്ചറബ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുക. എന്നെ പടച്ചറബ് നിരീക്ഷിക്കുന്നു, അതുകൊണ്ട് ഞാൻ തെറ്റുകൾ ചെയ്യാൻ പാടില്ല, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കർമ്മം ഞാൻ ചെയ്യാൻ പാടില്ല എന്ന ബോധം നമ്മളിൽ ഉണ്ടാവുക. അങ്ങനെ മരിച്ചു പോകുമ്പോൾ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ രക്ഷപ്പെടുത്തുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا